ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി സ്നാക്കാണ്. ഇന്ന് നമ്മൾ ഡോണട്ടാണ് ഉണ്ടാക്കുന്നത്. അത് സാധാരണ ഡോണട്ടല്ല, ഒരു ചിക്കൻ ഡോണട്ടാണ്. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഡോണറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മൈദയാണ് വേണ്ടത്. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദ നമുക്ക് കുറച്ച് ഉപ്പും ഒരു മുട്ടയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി ഈ മൈദ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിൽ പാലും ഈസ്റ്റും ഇട്ടിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. 1/2 കപ്പ് ഇളംചൂട് പാലിൽ ഞാനിവിടെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് മുന്നേ ആക്റ്റീവ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ഇത് നന്നായിട്ട് നമുക്ക് ഈ മൈദയിലിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് ഇത് ഞാനിവിടെ നന്നായിട്ട് ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇതുപോലെയാണ് നമുക്ക് കുഴച്ച് വെക്കേണ്ടത്. ചപ്പാത്തി മാവിൽ എങ്ങനെയാണ് കുഴക്കേണ്ടത് അതുപോലെ കുഴച്ച് വെച്ചാൽ മതി. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനാണ് വെക്കേണ്ടത്. നമുക്കിതൊരു 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കിയിട്ട് നമുക്ക് വരാം. ഫില്ലിങ്ങിന് നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ പുഴുങ്ങിയ ചിക്കൻ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനിവിടെ 1/2 ടീസ്പൂണോളം ഇടുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം കാശ്മീരി ചില്ലി പൗഡറാണ് ഇടേണ്ടത്. അത് 1/2 ടീസ്പൂണോളം ഇട്ടാൽ മതി. പിന്നെ വേണ്ടത് നമുക്ക് കുരുമുളക് പൊടിയാണ്. അപ്പോൾ അത് ഇവിടെ 1/2 ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടിയാണ് പിന്നെ നമുക്കിവിടെ വേണ്ടത്. അതൊരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇത് ചിക്കൻ ഞാൻ വേവിക്കുമ്പം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പിട്ടാൽ മതി. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ഫില്ലിങ്ങിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കും കൂടി ചേർക്കാനുണ്ട്. അതും കൂടി നമുക്ക് ചേർക്കണം ഇതിൽ. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. അതിൽ ഞാൻ ഇവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആ ഓയിലിൽ ഈ ക്യാരറ്റും ക്യാപ്സിക്കും ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിനെ. ഞാനിവിടെ ഇതിന് ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കാണെങ്കിൽ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം മതി. വഴറ്റി വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ചിക്കൻ്റെ കൂട്ടില്ലേ അതുകൂടി ഇതിലേക്ക് ചേർക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ക്യാരറ്റും ക്യാപ്സിക്കും ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊരു മിക്സ് ചെയ്ത് നല്ലൊരു ഫില്ലിങ്ങുള്ള മസാലയായിട്ട് വന്നിട്ടുണ്ട്. ഈ മസാലയുടെ ഫില്ലിങ് ആക്കുമ്പോൾ ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തത്. നമ്മുടെ ഡോണറ്റിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഡോ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെ ഡോ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേ രൂപത്തിൽ വേണം നമുക്ക് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കാം. ഇതേപോലെ തന്നെ ചെറിയ ബോളാക്കിയിട്ട് മാറ്റി വെക്കുക. ഇനി എങ്ങനെയാണ് ഫില്ലിങ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇതിനെ. ഇനി നമ്മൾ മസാല എടുത്തിട്ട് ഇതിന് ചുറ്റുഭാഗത്തും ഒന്ന് വെച്ച് കൊടുക്കുക. നടുഭാഗം ഒഴിവാക്കുക. എന്നിട്ട് ഈ ചുറ്റുഭാഗത്തും വെച്ച് കൊടുക്കുക. കുറച്ച് മസാല എടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇതുപോലെ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. ഇതേപോലെ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഉള്ളിലേക്കൊന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഇനി നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ പരത്തണം. വളരെ സോഫ്റ്റായിട്ട് പരത്തിയാലും മതി. ഞാനിവിടെ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഹോൾസ് ഇടുകയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് കൊണ്ടാണ് ഹോൾസ് ഇടുന്നത്. ഇതുപോലെയാണ്, കണ്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ഡോണട്ടും ഉണ്ടാക്കിയിട്ട് വരാം. നമ്മൾ എന്തിനാ ഈ നടുഭാഗത്ത് മസാല വെക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡോണറ്റിന് നടുക്കായിട്ട് ഹോളിടും. ആ ഹോളിടുമ്പോൾ മസാല പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡോണറ്റിൻ്റെ ഫില്ലിംഗ് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്.
ഇനി ഇത് 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് മാത്രമേ ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിപ്പോൾ ഞാനിവിടെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തിട്ട് വരാം. ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ഓരോ ഡോണട്ടും എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തിരിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഡോണട്ട് ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ഡോണട്ടും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വരാം. നമ്മളിപ്പോൾ എല്ലാ ഡോണട്ടും ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണട്ടാണിത്. ഇനി നമുക്കിതിൽ മയോണീസാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മയോണീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഡോണട്ടും ഈ മയോണീസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇത് എഗ്ലെസ് മയോണീസാണ്. ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനിവിടെ മയോണൈസിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെയും കഴിക്കാം. ഇങ്ങനെ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ചിക്കൻ്റെ ഫില്ലിങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്പ്രിങ്കിൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഡിപ്പ് ചെയ്യുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഡിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് ഇതേപോലെ ഇരിക്കും. ഇതുപോലെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.